ഹലോ, ഇന്ന് നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ നല്ലൊരു അടിപൊളി ഫിംഗർ റിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. ആദ്യം തന്നെ സ്റ്റിക്കറൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു നീളത്തിലുള്ള പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ റിങ്ങിൻ്റെ ബേസിന് വേണ്ടിയിട്ടാണ് ഒരു നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിരലിൽ വെച്ച് നോക്കിയതിന് ശേഷം ഒന്ന് മെഷർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിരലിൽ ഇട്ട് നോക്കിയിട്ട് കുറച്ച് ലൂസായിട്ട് വരുന്ന വിധത്തിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്നാലേ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഫിറ്റിൽ കിട്ടുള്ളൂ. പിന്നെ ഞാൻ കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലൊരു റൗണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഇതൊരു പാക്കറ്റിന് 20 രൂപയെ വില വരുന്നുള്ളൂ. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പാക്കറ്റായിട്ടാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് 2 ഈക്വലായിട്ട് എടുത്തതിന് ശേഷം 2 നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഷേപ്പിന് നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് വെള്ളവും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബേസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫിംഗറിലാക്കിയതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ബേസിൻ്റെ മുകളിലും നമ്മൾ ക്ലേ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഒരു മിറർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒരു ത്രെഡ് പോലെ ആക്കിയതിന് ശേഷം ആ മിററിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഡിസൈനൊക്കെ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ക്ലേ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റിന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു ത്രെഡ് പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റിനും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയും നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. അങ്ങനെ ഡിസൈനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ബോൾ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 2 പീസും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ബേസിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം ക്ലേ ഒട്ടിച്ചു കൊടുത്തിട്ട് 2 പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് സിൽവർ മെറ്റാലിക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിൽവർ മെറ്റാലിക് പൗഡർ ആയിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ റിങ്ങിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടാൽ ശരിക്കൊരു ബ്ലാക്ക് മെറ്റൽ റിംഗ് ആണെന്നേ പറയുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും ക്ലേയും യൂസ് ചെയ്തിട്ട് ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.